ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ത്യാഗഭവനത്തിൽ പോയ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഗ്രേസിന് രേവതിക്കുട്ടി. അപ്പോൾ നമ്മുടെ ചിന്നുമോളുടെ കുറേ ഫോട്ടോസ്, പാർക്കിൽ പോയ ഫോട്ടോസ്, കളിക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ പറയണം, കുഞ്ഞ് നല്ല വലുതായില്ലേ. അപ്പോൾ നമ്മുടെ അങ്കിൾ കളിയാക്കുന്നുണ്ട്, പിന്നെ കുട്ടികൾ എന്നും ചെറുതായിട്ട് തന്നെ ഇരിക്കുമോ എന്നൊക്കെ. പിന്നെ രേവതിക്കുട്ടിയോട് അവിടെ പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് അവൾക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ കുറേ ടോയ്സും അതുപോലെ തന്നെ സ്വീറ്റ്സും വാങ്ങിച്ചു കൊടുത്തു, അതുപോലെ തന്നെ അവിടേക്ക് ഡൊണേഷനും കൊടുത്തു. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു നന്നായുള്ളൂ, കുട്ടികളൊക്കെ കഴിക്കട്ടെ. അവൾ ഞങ്ങളെ ചോദിച്ചോടി എന്ന് ചോദിക്കുക. നിങ്ങളെ ചോദിച്ചു, ആൻറ്റിയും അങ്കിൾ എന്താ വരാഞ്ഞി എന്നൊക്കെ ചോദിച്ചു എന്ന് പറയാം. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. പിന്നെ മാത്തച്ഛൻ ചോദിക്കുകയാണ്, അല്ല അവളെ ഒരു സ്ത്രീ ദത്തെടുക്കണ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായിന്ന്. ആ സ്ത്രീ ഓൾറെഡി ഒരു ആൺകുട്ടീനെ ദത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവളെ സ്പോൺസർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ ഞങ്ങളും അവളുടെ ഉത്തരവാദിത്തമുള്ള ഒരു കന്യാസ്ത്രീ ഉണ്ട്, അവരുടെ സമ്മതമില്ലാണ്ട് ഇങ്ങനെ ദത്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് അത് അങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് രേവതിക്കുട്ടി പറഞ്ഞത്. പിന്നെ കൊച്ചിന് വരാൻ നേരത്ത്, നിങ്ങൾ വരാൻ നേരത്ത് വിഷമമൊക്കെ തോന്നിയോ എന്നൊക്കെ ചോദിക്കും ഗ്രേസ്. അപ്പോൾ അതിൽ അത്ര കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവൾ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് വിട്ടത്. നിങ്ങൾ എവിടെയൊക്കെ പോയി അവളെയും കൊണ്ട് എന്നും ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ. പറയും ഞങ്ങൾ പാർക്കിൽ പോയി, ബീച്ചിൽ പോയി, പിന്നെ ഹോട്ടലിൽ പോയി, കുറേ നേരം അവിടെ കൂടെ കളിച്ചു. അവൾ നല്ല സന്തോഷത്തിലാണ് ഞങ്ങളെ യാത്രയാക്കിയത് എന്ന് പറയുന്നതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവൻ്റെ വീടാണ്. ശിവൻ്റെ വീട്ടിൽ ചായ കുടിക്കാനും കൂടി ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അമ്മേ ആൻറ്റിക്ക് ചായ എടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മുടെ കമലയല്ലേ, കമല പറയും വൈജി എന്നെ പോലെ ഒരു പെണ്ണാണ്, അവൾക്ക് വേണമെങ്കിൽ അവൾക്ക് തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള 3 പേർക്കും ചായയും സ്നാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ രഞ്ജിനി ഒരു ബോംബ് പൊട്ടിക്കുന്നത്. രഞ്ജിനി പറയും, ആൻറ്റി ഞാൻ ഇന്നലെ ബബിതയെ വിളിച്ചായിരുന്നു, ബബിത എറണാകുളത്താണെന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ വൈജ പറയാണ്, ശരി തന്നെയാണ്, അവൾ എറണാകുളത്താണ്, അവർക്കിപ്പോൾ തോന്നിയതുപോലെ നടക്കാമല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആരാൾ, ബാലചന്ദ്രൻ പിന്നെ ടൂറ് നടക്കുകയല്ലേ എന്ന്. അപ്പോൾ രഞ്ജിനി പറയാണ് വേറൊരു കാര്യം കൂടിയുണ്ട്, ബബിത എന്നോട് പറഞ്ഞതാണ്, അതായത് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകളാണ് അലീന എന്നല്ലേ പറഞ്ഞിരുന്നത്, അതങ്ങനെയല്ല. അപ്പം വൈജ പറയും, നീ എന്താ പറയണത്, സത്യം തന്നെയാണോ എന്ന്. അതേ ആൻറ്റി, സത്യം തന്നെയാണ്, ബബിതയാണ് പറഞ്ഞത്, ബാലചന്ദ്രൻ അങ്കിളുടെ മകളല്ല വൈജ എന്ന്. അപ്പോൾ കമല പറയും അതെങ്ങനെ ശരിയാവും, ബാലചന്ദ്രന് ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയിലുണ്ടായ കുട്ടിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അതവർ കള്ളം പറഞ്ഞതാണ്. കാരണം ബാലചന്ദ്രൻ അങ്കിളിനെയും അലീനയെയും ആൾക്കാർ തെറ്റായ കണ്ണിലൂടെ നോക്കിയപ്പം അതിൽ നിന്ന് അലീനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബാലചന്ദ്രൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണ്. അപ്പോൾ വൈജയ്ക്കാകെ ദേഷ്യം വന്ന് വൈജ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ബാലചന്ദ്രൻ്റെ മകളൊന്നും അല്ല അലീന എന്ന്. ബാലചന്ദ്രൻ എങ്ങനെ നുണ പറഞ്ഞ് അവളേനെ അവിടെ നിർത്തേണ്ട കാര്യം എന്താണ്, അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി, ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കുടുംബം ആകെ നാശമായി. എന്നിട്ടും ബാലചന്ദ്രന് അപ്പോൾ അലീനയാണ് വലുത്. കേട്ടോ ശിവേട്ട, ഇവൾ പറഞ്ഞത് കേട്ടില്ലേ, രഞ്ജിനി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശിവനും മനുവും ആകെ ചെകുത്താനും കടലിലും പെട്ടൊരവസ്ഥയാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. മനു ശിവനും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയും, ഇത് നീ അവളെ മുഴുവനായിട്ട് പറയാൻ സമ്മതിപ്പിക്കുക രഞ്ജിനി, ബാക്കി എന്താണ് ഉണ്ടായത് അതും കൂടി കൃത്യമായിട്ട് പറയാൻ. അത് വേറെ ഒന്നുമല്ല, ബാക്കി എന്താണെന്ന് വെച്ചാൽ അലീന ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ മേലുള്ള ഒരു കളങ്കം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അലീന ഇവരോട് പറഞ്ഞത്, രോഹിത്തേട്ടനോടാണ് പറഞ്ഞത്. പിന്നെ രോഹിത്തേട്ടൻ ബബിതയോടും പറഞ്ഞു. ബബിതയ്ക്ക് പിന്നെ വിശ്വാസം ആവാണ്ട് ബാലചന്ദ്രൻ അങ്കിളുടെ അടുത്ത് പോയി ചോദിച്ചു. ആ ബാലചന്ദ്രൻ അങ്കിളും പറഞ്ഞു അത് സത്യം തന്നെയാണ് എന്ന്. അപ്പോൾ വൈജ പറയും, കണ്ടോ ഇപ്പോൾ ഓരോ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് കണ്ടോ, എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ അവൾക്ക് മടുത്തുണ്ടാവും, ബാലചന്ദ്രൻ്റെ കൂടെ താമസിച്ച് അവൾക്ക് മടുത്തുണ്ടാവും, അതാണ് അവൾ പോകുന്നത്, അതാണ് ഈ സത്യമൊക്കെ പറഞ്ഞു പോകുന്നത് എന്ന്. അപ്പോൾ ശിവൻ പറയും, വൈജയെ നീ നിൻ്റെ നാവിനൊന്ന് വിലങ്ങിട്, ഇങ്ങനത്തെ വേണ്ടാത്തതൊന്നും പറയില്ലേ. അപ്പോൾ വൈജ ശിവൻ്റെ നേരേക്ക് ചാടും. ശിവനോട് പറയും, ശിവേട്ടനെ ഇതില്ലേ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത്, എല്ലാം കുട പിടിച്ച് നിന്നിരുന്നത് ഈ ബാലചന്ദ്രൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടല്ലേ എല്ലാവരോടും പറഞ്ഞിരുന്നത്, എല്ലാവരെയും കൺവിൻസ് ചെയ്തിരുന്നു. ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ലേ, നിങ്ങളെന്താ ബാലചന്ദ്രനോട് ഇതൊന്നും ചോദിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വൈജ ശിവൻ്റെ മേത്തേക്ക് ചാടുകയാണ്. അപ്പോൾ ശിവൻ പറയും, ബാലചന്ദ്രൻ ടൂർ പോയിക്കില്ലേ, വരട്ടെ എന്നിട്ട് ഞാൻ ചോദിക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ വൈജ മനുവിൻ്റെ മേത്തേക്കാവും.
നിന്നെ നീയല്ലേ അവളെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പം അവളെ നിന്നെ പറ്റിച്ചത് കണ്ടോ? നീ ഒരു ആണല്ലേ, നിനക്കെങ്കിലും ചോദിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് മനുവിൻ്റെ മേത്തേക്കും ചാടുകയാണ്. അപ്പോൾ മനു പറയും, ബാക്കി എന്താ ഉണ്ടായത്, നീ കൃത്യമായിട്ട് ഒന്നും കൂടി തെളിച്ചു പറ എന്ന് പറയും രഞ്ജിൻ്റെ അടുത്ത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി അലീന അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെയാണ് സ്വമേധയാൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എല്ലാവരും പുറത്തറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് എന്ന് പറയും. അപ്പോൾ മനു പറയും, കണ്ടോ ആൻറ്റി, അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ നമ്മൾ ആരും അതിൻ്റെ പിന്നാലെ പോയി ചോദിച്ച് CID പണി നടത്തിയിട്ടൊന്നുമല്ല അവർ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ നല്ലവരാണെന്നല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ വൈജ കുറേ വഴക്ക് പറയും മനുവിനെ. അപ്പോൾ കമല ചോദിക്കും, അല്ല ശിവേട്ടാ, നിങ്ങളെന്ത് മനുഷ്യനാണ്, നിങ്ങളെ ആ ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചില്ലേ? നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെച്ചെങ്കിൽ നീ എന്ത് പണിയാടാ കാണിച്ച് എന്ന് വെച്ച് കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കും, എന്നതിന് ശേഷമേ വർത്തമാനം പറയാൻ നിൽക്കുള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വേണ്ടല്ലോ, അന്വേഷിക്കാൻ വേണ്ടല്ലോ. എന്തായാലും ശിവേട്ട, നിങ്ങളിതിന് മറുപടി കൊടുത്തേ പറ്റുള്ളൂ. മനു, നീയും ഇതിന് കറക്റ്റായിട്ടൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടുപേരാണല്ലോ ബാലചന്ദ്രനെ ഒത്താശ ചെയ്തവർ. നമ്മുടെ ബന്ധുക്കൾ എത്ര പേരെ വെറുപ്പിച്ചു. വൈജ അവിടെ നിന്ന് പിണങ്ങിപ്പോന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴൊന്നും നിങ്ങളിത് ബാലചന്ദ്രൻ ഇത് മാറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ബാലചന്ദ്രന് അവളാണല്ലോ ഏറ്റവും മുഖ്യം, അതാണല്ലോ അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് കമലയും എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വൈജ മനു പറയും, നിങ്ങളൊന്ന് നിർത്തിക്കാൻ മതി എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ മനു എണീറ്റ് പോകുമ്പോൾ വൈജ പറയും, നീ എവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോ, മനു നിനക്ക് ഇതൊന്നും കിട്ടിയത് പോരാ എന്നൊക്കെ പറഞ്ഞ് മനുവിനെയും ചൊടിപ്പിക്കുകയാണ്. അപ്പം മനു പറയും, ആൻറ്റി, ടൂറ് പോയവരും എറണാകുളം പോയവരൊക്കെ ആദ്യം ഒന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് നേരിട്ട് ചോദിക്കാം, അതുവരെ ആൻറ്റി ഒന്ന് തത്രപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മുടെ ശിവൻ വക്കീലിനെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കും, നിങ്ങൾ എവിടേക്കാണ് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വക്കീലിനെ കാണാനാണ്, ഹരിയുടെ ജാമ്യത്തിൻ്റെ കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്രാവശ്യം എന്തായാലും ജാമ്യം കിട്ടുമെന്നാണ് വക്കീൽ പറയുന്നത് എന്ന്. അപ്പോൾ കമല ചോദിക്കും, ഞാൻ ഒരു കാര്യം ചോദിച്ചോക്കട്ടെ, ഇന്ന് രഞ്ജിനി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നല്ലേ? നിങ്ങളുടെ ഉരുണ്ടുകളി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. അപ്പോൾ ശിവേട്ടൻ പറയും, അതിനിപ്പോൾ എന്താ തെറ്റ്? ബാലചന്ദ്രൻ ഒരു നന്മയുള്ള കാര്യം ചെയ്തപ്പോൾ അതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാനും മനുവും അതിന് സമ്മതിച്ചതെന്ന്. അത് ശിവൻ്റെ വായിൽ നിന്ന് അറിയാതെ വേണ്ടതാണ്. അപ്പം കമല ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ലല്ലേ, മനുവിനും അറിയാമായിരുന്നല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ പൊട്ടന്മാരാക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കമല. കമല പറയും, ഇതിന് നിങ്ങൾ എന്തായാലും മറുപടി പറയണം. എങ്ങനെ എല്ലാ തോന്നിവാസത്തിനും ബാലചന്ദ്രൻ്റെ കൂട്ട് നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയും, നീ എനിക്കിത്തിരി സമാധാനം എന്താ, ഞാൻ ആ വക്കീലിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയം നമ്മുടെ മനുവും രഞ്ജിനിയും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ രഞ്ജിനി പറയും, മനുവേട്ടൻ്റെ മനസ്സ് ഇവിടെയൊന്നുമല്ലല്ലോ, എറണാകുളത്താണെന്ന് തോന്നുന്നു, എറണാകുളം പോകാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ടല്ലേ എന്ന്. അപ്പോൾ മനു പറയും, അതെന്താടി നീ ഇങ്ങനെ ഒരു കുളത്തി ചോദിക്കുന്നേ? അതൊന്നുമല്ല, എനിക്കറിയാം മനുവേട്ടൻ്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല, എറണാകുളത്ത് തന്നെയാണ്. മനുവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഉറപ്പാണ് മനുവേട്ടന് നല്ല വിഷമമുണ്ടെന്ന്. അപ്പോൾ മനു പറയും, നന്നായിട്ടുണ്ട്. പിന്നെ മനുവേട്ടാ, അച്ഛൻ വക്കീലിൻ്റെ അടുത്തേക്കാണ് പോയതെന്ന് പറഞ്ഞു. ഇപ്രാവശ്യമെങ്കിലും ഹരിയേട്ടന് ജാമ്യം കിട്ടുമോ ആവുമല്ലേ? മനുവേട്ടൻ എന്താ തോന്നുന്നത്, ജാമ്യം കിട്ടണമെന്നാണോ മനുവേട്ടൻ വിചാരിക്കുന്നത്? മനു പറയും, അവന് ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് വക്കീൽ പറഞ്ഞത്, പക്ഷേ അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണം. കാരണം എന്നാലേ അവൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം അവന് മനസ്സിലാവുകയുള്ളൂ. പിന്നെ അവൻ ഇത്രയും മോശമാക്കിയത് നമ്മുടെ അമ്മയാണ്. ഇവനിങ്ങനെ ഈ കുരുത്തക്കേട് കളിക്കുമ്പോൾ അമ്മ 2 അടി കൊടുത്ത് അവനെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ അവൻ ഇത്രയും വഷളാവില്ലായിരുന്നു എന്ന് പറയണം. അപ്പോൾ രഞ്ജിനിയും അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ മനുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ രഞ്ജിനി പറയും, ഫോൺ നോക്കേട്ടാ എന്ന്. അപ്പോൾ ഫോൺ നോക്കിയപ്പോൾ വല്യച്ഛനാണ്, നമ്മുടെ ഗംഗേട്ടൻ. അപ്പോൾ എന്താ വല്യച്ഛ, എന്താ വിശേഷം എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നുമില്ല, ഞാൻ ശിവനെ വിളിച്ചിട്ട് കുറേ നേരമായല്ലോ, കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. മനു പറയും, അച്ഛൻ വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്, ഹരിയുടെ ജാമ്യക്കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അതെയോ, ബാക്കി നിങ്ങളെല്ലാവരും അവിടെ ഇല്ലേ? ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. എന്താ വിളിച്ച? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതാ എത്താറായി എന്ന്. മനു ചോദിക്കുക, അതെയോ വിളിച്ചപ്പോൾ എവിടെ എത്തി? ഞാനിത് 1 മണിക്കൂറിനുള്ളിൽ എത്തേണ്ടതാണ് എന്ന് പറയുകയാണ് ഗംഗ. അതെ അല്ലേ, എന്നാൽ ശരി, വിളിച്ചിനെ ഇങ്ങോട്ട് പോരും, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തപ്പോൾ മനു പറയും, വില്ലേജിന് എന്താ ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ വരുന്നത്? ഈ മുന്നറിയിപ്പ് ഇല്ലാതെ വരുന്നത് കാണുമ്പോൾ എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന്.
അപ്പോൾ രഞ്ജിനി പറയും ചേട്ടൻ ഇവിടെ നിന്ന് ആലോചിച്ചോ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മനുവിൻ്റെ കയ്യിൽ നിന്ന് ചായക്കപ്പൊക്കെ വാങ്ങിയിട്ട് രഞ്ജിനി അകത്തോട്ട് പോവുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനി ഗംഗൻ്റെ വരവ് എന്തിനാണ് എന്നൊക്കെ നമുക്ക് കൂടുതൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേയുടെ വിശേഷങ്ങളും കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്